ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന എൻ്റെ ഒരു പ്രൊഡക്റ്റീവ് ഡേ ആണ്. അതായത് എൻ്റെ ഒരു ശനിയാഴ്ച. എല്ലാവർക്കും വീക്കെൻഡ് ആവുന്ന ദിവസം ഞാൻ ഇറങ്ങി നടക്കാൻ തുടങ്ങും. എങ്ങോട്ടാണ് ഈ നടപ്പെന്നല്ലേ? വീക്കെൻഡാണ് എനിക്ക് ജോലിയുള്ളത്. അതായത് ശനിയും ഞായറുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ജോലിയുള്ളത്. ഇപ്പോഴത്തെ നടപ്പ് ജിമ്മിലോട്ടാണ്. രാവിലെ 6:30ക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. മെയിൻ റോഡിൽ കൂടി പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ സബ്വേയിൽ കൂടിയൊക്കെ ഞാൻ നടക്കുന്നത്. കാര്യം റോഡ് പണി നടക്കണോണ്ട് തന്നെ മെയിൻ റോഡ് മൊത്തം പൊടിയാണ്. അതുവഴി പോയാൽ പൊടിയടിച്ച് ഊപ്പാടളവ്. കേരളത്തിലെ റോഡിൽ കാണുന്ന കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞ വഴി കൂടി ഞാൻ എങ്ങനെ നടക്കും? ഇതാണ് ആഴ്ചയിലൊരിക്കൽ മാത്രം വാട്ടർ വരുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ റോഡ്. ഞാൻ വെറുതെ പറഞ്ഞല്ല, എൻ്റെ വീട്ടിൽ വെള്ളം വന്നിട്ട് ഇന്നേക്ക് 17 ദിവസമായി. ഈ റോഡിൽ പാമ്പും പഴുതാരിയും ഈച്ചയും കൊതുവും എലിയും എല്ലാം ഉണ്ട്. ഈ കാട്ടിൻ്റെ ഇടയിൽ കൂടെ നടന്ന് നടന്ന് ആരുടെയൊക്കെയോ വീടിൻ്റെ വടക്കാമ്പുറത്തൂടെ ഞാൻ ജിമ്മിലെത്തും. സാറ്റർഡേ എല്ലാ ജിമ്മിലും പൊതുവേ നമ്മൾ ചാവുന്ന ദിവസമായിരിക്കും, അതായത് ലെഗ് ഡേ. ഞാൻ ചത്തു കഴിഞ്ഞ് ബാക്കിയുള്ള ചെറുക്കന്മാർ ചാവുന്നതെന്ന് നോക്കി കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞാൻ പയ്യെ ഇറങ്ങി നടക്കാൻ തുടങ്ങും. നടന്ന് നടന്ന് കാലും വലിച്ച് വല്ലച്ചാതി ഞാൻ എൻ്റെ അമ്മയുടെ മില്ലിലെത്തി ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോഴുണ്ട് ഗൈസ്, 3 ചെറുക്കന്മാർ ചേർന്ന് ഓമിനിയിൽ ഒരു സ്കൂട്ടറിനെ തട്ടിക്കൊണ്ട് പോകുന്നു. അങ്ങനെ ഞാൻ അതും നോക്കിയിരുന്ന് വീട്ടിൽ പോയി ക്രാഫ്റ്റൊക്കെ ചെയ്ത് വെച്ച് കുളിച്ച് നനച്ച് ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഇറങ്ങും. ഇനിയാണ് എൻ്റെ ദിവസം ആരംഭിക്കാൻ പോകുന്നത്. അതായത് ഉത്തമ, ശനി ഞായറും ഞാൻ ഹോം ട്യൂഷന് പോകും. ബാക്കിയുള്ള ദിവസമൊക്കെ പിള്ളേർക്ക് പഠിക്കാൻ പോകണമല്ലോ, അതുകൊണ്ട് ഹോം ട്യൂഷന് ശനി ഞായറും. ഇതാണ് ബ്ലാക്കി. ഇവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇവൻ എനിക്ക് രാത്രി പ്രൊട്ടക്ഷനൊക്കെ തരും. എല്ലാ ദിവസവും ഇല്ല, ചില ദിവസം. രാവിലെ എനിക്കൊരു ഗുഡ് മോർണിംഗ് തരും, അവന് ഞാൻ തിരിച്ചു കൊടുക്കും. എന്നിട്ട് ഞാൻ വീണ്ടും നടക്കാൻ തുടങ്ങും. നടപ്പെന്ന് പറഞ്ഞാൽ 1.5 കിലോമീറ്റർ നടന്നാണ് ഞാൻ രാവിലെ പോണത്. ആ 1.5 കിലോമീറ്റർ തിരിച്ച് നടന്ന് ഞാൻ വീണ്ടും വീട്ടിൽ വരും. എന്നിട്ട് ഞാൻ വീണ്ടും 1 കിലോമീറ്റർ നടക്കും. എന്തിനാണാവോ? ഇങ്ങനെ നടന്ന് ഞാൻ ആദ്യത്തെ ട്യൂഷൻ വീട്ടിലെത്തി. ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ എന്നൊക്കെ പറയൂലേ, അത് വെറുതെ അല്ല. എന്നെ ക്ഷമ പഠിപ്പിച്ചത് ഇവനാണ്. ഈ 4 വയസ്സുള്ള കൊച്ചിനെ പഠിപ്പിച്ച് ഞാൻ ക്ഷമ എന്താണെന്ന് പഠിച്ചു. അവൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ പേരാണ് റയാൻ അഭിലാഷ്. അങ്ങനെ അവിടുത്തെ ദൗത്യം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇറങ്ങി നടക്കാൻ തുടങ്ങും. നടന്ന് സിമന്റിട്ട റോഡും ടാറിട്ട റോഡും ഒക്കെ നടന്ന് അടുത്ത ട്യൂഷൻ ക്ലാസ്സിലോട്ട് പോകും. ഇവിടെ 2 കുട്ടികളുണ്ട്. ഒരാൾ 6ാം ക്ലാസ്സിലും ഒരാൾ 8ാം ക്ലാസ്സിലും. അവിടെ കുറേ സംഭവങ്ങളുണ്ട് ഗൈസ്. അതായത് നമ്മളെപ്പോലെ ക്രാഫ്റ്റ് ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെട്ട മ്യൂറൽ പെയിൻറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ മിക്കതും കൃഷ്ണനാണ്. പിന്നെ ഇടയ്ക്ക് ഒരു ഗണപതിയുണ്ട്. ഞാൻ കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും. അവിടെ ഹാളിൽ നിറച്ചതാണ്. ഇങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അങ്ങനെ അവിടുത്തെ 2 പിള്ളേരെയും പഠിപ്പിച്ച് ഞാൻ വീണ്ടും നടക്കാൻ തുടങ്ങും. നടന്ന് മില്ലിൽ വന്ന് ഞാൻ ഫുഡും കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത നടത്താൻ തുടങ്ങും. അമ്മയുടെ മില്ലിൻ്റെ അടുത്താണ് അടുത്ത ട്യൂഷൻ. ഇവിടെ ഒരു വില്ലത്തിയുണ്ട് ഗൈസ്. ഇവളുടെ പേരാണ് ജിമ്മി. ഇവൾ എന്നെ ഒരു ദിവസം കടിക്കാൻ ഓടിച്ചിട്ടുണ്ട്. അവിടുത്തെ കുട്ടി 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അങ്ങനെ അവളെയും പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും നടക്കാൻ തുടങ്ങും. ഇനി ഞാൻ പോണത് എൻ്റെ ട്യൂഷൻ ക്ലാസ്സിലോട്ടാണ്. ഇവിടെയാണ് ഞാൻ തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ് എടുക്കുന്നത്. വൈകിട്ട് സമയം രാത്രി 8 മണി വരെ ഞാനിരുന്ന് ക്ലാസ് എടുക്കും ഇവിടെ. ഇന്ന് പിള്ളേര് തീരെ കുറവാണ്. അടിവാതിലും തുറന്നൊരു കടവാവലി കയറി വരുന്നുണ്ടോ? അവളുടെ പേരാണ് സാന്ദ്ര. വീട്ടിലെ പേര് മുത്തുമണി. ഞങ്ങളെ ട്യൂഷൻ ക്ലാസ്സിലെ ഏറ്റവും കുഞ്ഞു ബേബിയാണ്. അവള് 3 വയസ്സേ ഉള്ളൂ. വന്ന ഉടനെ കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ഓടി വന്ന് എൻ്റെ ഒന്ന് ബുക്ക് വാങ്ങിക്കൊണ്ട് പോകും. ഇവളെ ബുക്ക് മാത്രം ഞാൻ വീട്ടിൽ കൊടുത്തു വിടൂല. കാരണം തിരിച്ചു വരുമ്പോൾ അതിൽ മൊത്തം വെട്ടും കുത്തും കൊലപാതകമൊക്കെ ആയിരിക്കും. അങ്ങനെ ബുക്ക് എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവൾ പെൻസിലും നോക്കി അങ്ങനെ നിൽക്കും. പിന്നീട് പെൻസിലും വാങ്ങിച്ചുകൊണ്ട് പോയി ഏതെങ്കിലും മൂലയ്ക്ക് ഇരുന്ന് തറയും പറയും ABCD ഒക്കെ എഴുതിക്കൊണ്ട് അവിടെ ഇരുന്നോളും. അങ്ങനെ രാത്രി ഒരു 7:30 ആകുമ്പോൾ ഞങ്ങൾ ട്യൂഷനും കഴിഞ്ഞിട്ട് ഇറങ്ങും. എൻ്റെ വീട്ടിൽ പോണ വഴിക്കാണ് ഈ പിള്ളേരുടെ വീട്. അതുകൊണ്ട് ഞാൻ അവരെല്ലാവരും അവരുടെ വീട്ടിലാക്കിയിട്ട് എൻ്റെ വീട്ടിലോട്ട് പോകും. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിലോട്ടല്ല പോകുന്നത്. ആ വഴിക്ക് ഇനി ഒരു ട്യൂഷനും കൂടെ ഉണ്ട്, അതായത് രാത്രി 7:30ക്ക്. ഈ വീട്ടിലെ കുഞ്ഞിന് മാത്സിൻ്റെ മാത്രം ട്യൂഷൻ മതി. ഒക്കെ ബാക്കി എല്ലാ സബ്ജക്റ്റും അറിയാം. സോ സ്പെഷ്യൽ ട്യൂഷൻ. അവിടുത്തെ സ്പെഷ്യൽ ട്യൂഷനും കഴിഞ്ഞിട്ട് രാത്രി ഒരു 9:30 ആകുമ്പോഴായിരിക്കും ഞാൻ വീട്ടിലോട്ട് പോകുന്നത്. അങ്ങനെ ഒരു 9:30 ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ വീട്ടിലോട്ട് നടക്കും. രാത്രി ആകുമ്പോൾ ബ്ലാക്കി കിടന്നുറങ്ങാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയിട്ട് ആ സ്റ്റെപ്പിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കും. അങ്ങനെ ഞാൻ വീട്ടിനകത്തോട്ട് പോവുകയാണ്. അങ്ങനെ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോഴത്തേക്കും അവിടെ 2 തിളങ്ങുന്ന കണ്ണുകളും ഒരാടുന്ന വാലും കാണും. ഞാൻ രാവിലെ എവിടെയെങ്കിലും പോകുമ്പോഴും ഞാൻ തിരിച്ചു കയറി വരുമ്പോഴും ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാണ് ലിസ. ഞാൻ വീട്ടിലോട്ട് കയറുന്നതിന് തൊട്ട് മുന്നേ അവളെ പോയി കുറച്ച് നേരം കൊഞ്ചിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ദിവസം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. ഓക്കെ, ബൈ.